സ്മൃതിക്ക് വി ഡി സതീശനെ സംരക്ഷിക്കേണ്ട ബാധ്യത ഉണ്ടെന്ന് എനിക്കറിയാം. അത് ഞാൻ നിഷേധിക്കുന്നില്ല, അത് നിങ്ങൾ സംരക്ഷിച്ചോളൂ. പക്ഷേ PFIയുടെ പിന്തുണ നേടുന്ന സതീശന് നിങ്ങൾ മതേതര മുഖം ചാർത്തി കൊടുക്കുകയാണ്. അങ്ങനെയല്ല, ഇന്ന് പറഞ്ഞ വാചകമാണ് ഞാൻ പറഞ്ഞത്. ക്ഷമയോടെ ഒന്ന് കേൾക്കൂ. ഫോണിൽ പോലും അല്ല താങ്കൾ സംസാരിച്ചു എന്ന് പറഞ്ഞിടത്ത് ഞാൻ ചോദിച്ചതിന്റെ മറുപടിയാണ്. ഫോണിൽ പോലും സംസാരിച്ചിട്ടില്ല, സെക്യുലർ സ്റ്റാൻഡില്ലാത്ത ഒരു വർഗീയതയും താലോലിക്കില്ല എന്നുള്ള മറുപടിയാണ്. സതീശനെതിരെ ഒരു ആരോപണം വരുമ്പോ കുറച്ചൊരു ക്ഷമയുടെ കുറവുണ്ട്, അത് എന്റെ അടുത്ത് എടുക്കണ്ട. സന്ദീപ് വാര്യർ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്, അതിൽ താങ്കളുടെ മറുപടി ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ബലിദാനികൾക്കൊപ്പം വോട്ട് തേടി, ബലിദാനികളുടെ ഫോട്ടോ വെച്ചുകൊണ്ട് വോട്ട് തേടുന്നത് ശരിയായ രീതിയല്ല, അങ്ങനെ ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ ശ്രീനിവാസൻ വധമാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമായി നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതിലെ 17 പ്രതികൾക്ക് എങ്ങനെ ജാമ്യം കിട്ടി? ഒരു നല്ല അഭിഭാഷകനെ പോലും സുപ്രീം കോടതിയിലേക്ക് അയച്ചില്ല എന്നൊരു ആരോപണം സന്ദീപ് വാര്യർ പറയുകയാണ്. ശ്രീ സുരേന്ദ്രൻ, അതിനൊന്നുമില്ലേ? ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, സന്ദീപ് വാര്യർ പറയുന്ന ശ്രീനിവാസന്റെ കൊലയാളികളുടെ കുടുംബവുമായി ശ്രീ വി ഡി സതീശൻ ചർച്ച നടത്തിയതിന് ശേഷമാണ് സന്ദീപ് വാര്യർ കോൺഗ്രസ് ചേരുന്നത്. അതാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം. സന്ദീപ് ഇപ്പോൾ പറയുന്ന ശ്രീനിവാസൻ എന്ന് പറയുന്ന ബലിദാനിയുടെ ദാരുണമായ കൊലപാതകത്തിന് കാരണമായ പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ പാർട്ടിയും സന്ദീപ് ഒരുമിച്ചല്ലേ ഇനിയിപ്പോൾ പ്രചാരണം നടത്താൻ പോകുന്നത്? ആര് വിശ്വസിക്കാനാണ്? ശ്രീ കെ സുരേന്ദ്രൻ, ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ നമ്മൾ അതിന് കൃത്യമായ തെളിവ് മുന്നോട്ട് വയ്ക്കണ്ടേ? താങ്കളുടെ ഈ ആരോപണത്തോട് വി ഡി സതീശൻ പ്രതികരിക്കുന്നത് ഒരു വർഗീയ പാർട്ടികളുടെയും വർഗീയ സംഘടനകളുടെയും പിന്തുണ വേണ്ട എന്നാണ് നേരത്തെ വി ഡി സതീശൻ പറഞ്ഞത്. താങ്കൾ ഈ ആരോപണം ശക്തമായി ഉന്നയിക്കുകയാണെങ്കിൽ അതിന് തക്കതായ ഒരു തെളിവുണ്ടോ ശ്രീ സുരേന്ദ്രൻ? ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. അല്ലല്ലല്ലല്ലല്ലല്ലല്ല, ഇത് സ്മൃതിക്ക് വി ഡി സതീശനെ സംരക്ഷിക്കേണ്ട ബാധ്യത ഉണ്ടെന്ന് എനിക്കറിയാം, അത് ഞാൻ നിഷേധിക്കുന്നില്ല, അത് നിങ്ങൾ സംരക്ഷിച്ചോളൂ. പക്ഷേ അല്ലല്ല, ഞാൻ പറഞ്ഞല്ലോ, സ്മൃതിക്ക് വി ഡി സതീശനെ സംരക്ഷിച്ച് നിർത്തേണ്ട ആവശ്യമുണ്ട്, അതെനിക്കറിയാം. എന്നെ സംരക്ഷിക്കേണ്ട ആവശ്യമില്ല, വി ഡി സതീശനെ സംരക്ഷിച്ച് നിർത്തേണ്ട ആവശ്യമുണ്ട്, അതവിടെ ഇരിക്കട്ടെ. നിങ്ങൾ അതിര് കിടക്കുന്നു. SDPI പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചല്ലോ, നോട്ടീസ് വിതരണം ചെയ്തല്ലോ. SDPIയുടെ പിന്തുണ വേണ്ട എന്ന് എവിടെയാണ് സതീശൻ പറഞ്ഞത്? SDPIയുടെ പിന്തുണയല്ല, ആരുടെ വോട്ടും നേടുന്നതാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞത്. അതായത് PFIയുടെ പിന്തുണ നേടുന്ന സതീശന് നിങ്ങൾ മതേതര മുഖം ചാർത്തി കൊടുക്കുകയാണ്. അങ്ങനെയല്ല, ഇന്ന് പറഞ്ഞ വാചകമാണ് ഞാൻ പറഞ്ഞത്. ശ്രീ കെ സുരേന്ദ്രൻ, ക്ഷമയോടെ ഒന്ന് കേൾക്കൂ. SDPIയുമായി ഫോണിൽ പോലും അല്ല താങ്കൾ സംസാരിച്ചു എന്ന് പറഞ്ഞിടത്ത് ഞാൻ ചോദിച്ചതിന്റെ മറുപടിയാണ്. ഫോണിൽ പോലും സംസാരിച്ചിട്ടില്ല, സെക്യുലർ സ്റ്റാൻഡില്ലാത്ത ഒരു വർഗീയതയും താലോലിക്കില്ല എന്നുള്ള മറുപടിയാണ്. സതീശനെതിരെ ഒരു ആരോപണം വരുമ്പോ കുറച്ചൊരു ക്ഷമയുടെ കുറവുണ്ട്, അത് എന്റെ അടുത്തേക്ക് എടുക്കണ്ട. ഞാനൊരു കാര്യം പറയാം, ഇവിടെ വി ഡി സതീശൻ PFI നേതാക്കളുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. തെളിവ് ബലിദാനികളുടെ കൊലയാളികളുടെ ബന്ധുക്കളുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. ഞാൻ പബ്ലിക് ഡൊമൈനിലാണ് പറഞ്ഞത്, ഇപ്പൊ ആവർത്തിക്കുന്നു. വി ഡി സതീശൻ ഒരു ആൺകുട്ടിയാണെങ്കിൽ എനിക്കെതിരെ ഒരു നിയമ നടപടി എടുക്കണം. വി ഡി സതീശൻ PFIയുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട് പാലക്കാട്. ശ്രീനിവാസന്റെ കൊലയാളികളുമായിട്ട് അദ്ദേഹം ചർച്ച നടത്തിയിട്ടുണ്ട്. ശ്രീനിവാസന്റെ കൊലയാളികളുടെ ബന്ധുക്കളെ അദ്ദേഹം കണ്ടിട്ടുണ്ട്. ഞാനിത് വളരെ വ്യക്തമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇഷ്ടം പോലെ സ്മൃതി പരുത്തിക്കാട് എന്നോട് സംസാരിക്കുമ്പോൾ സതീശനെ സംരക്ഷിക്കാനുള്ള വ്യഗ്രതയിൽ വസ്തുതകൾ മറന്നു പോകരുത്. രഹസ്യമായിട്ട് പറഞ്ഞ കാര്യമല്ല, നോട്ടീസ് അടിച്ചിറക്കിയതല്ല. ഞാൻ പരസ്യമായി വാർത്താ സമ്മേളനത്തിലാണ് പറഞ്ഞത്. PFIയുമായിട്ട് സതീശന് ബന്ധമുണ്ട്. PFI നേതാക്കളുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. ഈ പറയുന്ന ശ്രീനിവാസന്റെ കൊലയാളികളുടെ ബന്ധുക്കളെ കണ്ടിട്ടുണ്ട്. ഞാനിത് വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത്. അങ്ങനെയുള്ള ആളുകളെ വെച്ചിട്ട് വെള്ള പൂശാൻ വന്നാൽ കൃത്യമായ മറുപടി കിട്ടും. ശ്രീ സുരേന്ദ്രൻ, ഇത് താങ്കൾ വലിയ ആരോപണമാണ് ഉന്നയിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് അതിന്റെ ഒരു തെളിവ് തരാമോ എന്ന്. താങ്കൾ അതിനെ വ്യക്തിപരമായി എടുക്കരുത്. കെ സുരേന്ദ്രൻ, താങ്കളൊന്ന് ഉത്തരം എടുക്കുന്നില്ല, അങ്ങാണ് വ്യക്തിപരമായി എടുക്കുന്നത്. താങ്കളല്ലേ എന്നെ വ്യക്തിപരമായി ബാധ്യതയുണ്ട്. സതീശനെ സംരക്ഷിക്കാൻ ബാധ്യതയില്ല. ഞങ്ങളുടെ തലയിൽ എന്നാണ് ഞാൻ അങ്ങോട്ട് വളരെ വിനയത്തോടെ പറയുന്നത്. ശരി ശരി ശ്രീ സുരേന്ദ്രൻ, ഞാനും ഇവിടെ 35 കൊല്ലമായി, സ്മൃതി 25 കൊല്ലമായി മാധ്യമപ്രവർത്തനം നടത്തുന്നത് പോലെ 35 കൊല്ലമായി ഞാൻ ഈ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു. എനിക്കറിയാം വി ഡി സതീശനെ സംരക്ഷിക്കാനുള്ള ബാധ്യത അങ്ങേക്കുണ്ട്.
അത് നിങ്ങൾ മുതൽ? സംരക്ഷിച്ചുകൊള്ളൂ. എപ്പോ അതിന് മുതൽ? നിങ്ങളുടെ പ്ലാറ്റ്ഫോം നിങ്ങൾ ഉപയോഗിച്ചുകൊള്ളൂ. പക്ഷെ എന്നെ വെച്ചിട്ട് അത് നടത്തരുത്. ഞാൻ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് എപ്പോൾ മുതലാണെന്ന് എനിക്കറിയില്ല. അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്, പറയേണ്ടത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയ അജണ്ട നടപ്പാക്കാൻ, വ്യക്തിപരമായ അജണ്ട നടപ്പാക്കാൻ ഇത്തരം കാര്യങ്ങളിൽ വസ്തുതകളെ നിഷേധിക്കരുത്. എൻ്റെ ചോദ്യത്തിന് വി ഡി സതീശൻ മറുപടി പറഞ്ഞിട്ടില്ല. എനിക്കൊരു വക്കീൽ നോട്ടീസ് അയച്ചിട്ടില്ല. വി ഡി സതീശൻ SDPI PFI നേതാക്കളുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. ശരി, അതിന്റെ വിശദാംശങ്ങളൊന്ന് പറയാമോ? കണ്ടിട്ടുണ്ട്. താങ്കൾക്ക് കിട്ടിയ വിശദാംശങ്ങളൊന്ന് പറയാമോ? ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നോട്ടീസ് ഇറങ്ങുന്നു. അതിന്റെ വിശദാംശങ്ങളൊന്ന് പറയാമോ? വി ഡി സതീശൻ ചോദിച്ചാൽ പറയാം. നിങ്ങൾ എന്തിനാണ്? സതീശൻ എന്നോട് ചോദിച്ചിട്ടില്ലല്ലോ. മാധ്യമങ്ങളോട് പറയുന്നില്ല. സതീശൻ നിശ്ചയിച്ചിട്ടില്ലല്ലോ. സതീശനോട് പറയൂ എന്നാണോ? ഞാൻ ചോദിക്കുന്നത് ഷാഫി പറമ്പിൽ കഴിഞ്ഞ തവണ ജയിച്ചത് എങ്ങനെയാണെന്ന് നമ്മുടെ പബ്ലിക് ഡൊമൈനിൽ ഉണ്ടല്ലോ. പിന്നെ എന്തിനാണിത് നിങ്ങൾ ആവർത്തിച്ച് ചോദിക്കുന്നത്? ഷാഫി പറമ്പിൽ എങ്ങനെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിച്ചതെന്ന് സരിനും പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ്സുകാരനെ എങ്ങനെ ജയിച്ചത്? PFI കൂട്ടുപിടിച്ചിട്ട് തന്നെയാണ് ജയിച്ചത്. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന? ഒരു കാര്യം സ്മൃതി സതീശനോട് ചോദിക്കണം. ഈ ശ്രീനിവാസന്റെ പിതാവ് ഒരു കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. പറയട്ടെ അസ്വസ്ഥതയാവല്ല സഹോദരി. ഒരു കോൺഗ്രസ് അല്ല ഒരു മതേതരത്വം ഇല്ല. ശ്രീനിവാസന്റെ പിതാവ് ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു. ബൂത്തിലിരിക്കുന്ന ആളാണ്. ആ ബൂത്തിലിരിക്കുന്ന ആള് മരിച്ചിട്ട് അദ്ദേഹത്തെ കൊന്നിട്ട് ഷാഫി പറമ്പനോ ശ്രീകണ്ഠനോ അവിടെ ഇതുവരെ പോയിട്ടില്ല. അറിയോ നിങ്ങൾക്ക്? എന്നിട്ട് വലിയ ന്യായം പറഞ്ഞു വരണ്ട. താങ്കൾക്ക് ഇതിൽ വിശദാംശങ്ങളുണ്ടോ? PFIയുമായുള്ള ചർച്ചയുടെ വിശദാംശങ്ങളുണ്ടോ? ഈ ആരോപണത്തിന് വിശദാംശങ്ങളുണ്ടോ ശ്രീ കെ സുരേന്ദ്രൻ? കെ സുരേന്ദ്രൻ, ദേഷ്യം പ്രകടിപ്പിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ആരോപണം അത് കൃത്യമായി പറയാൻ തയ്യാറാകുന്നില്ല. പരസ്പരം ഉള്ള ആരോപണങ്ങളിൽ അപ്പുറത്തുനിന്ന് വി ഡി സതീശന്റേതായി കിട്ടിയ മറുപടിയാണ് ഞാൻ ചോദിച്ചത്. അദ്ദേഹം വ്യക്തമായ മറുപടി നൽകാൻ തയ്യാറായില്ല. ഞാനൊരു കാര്യം പറയാം. ഇവിടെ വി ഡി സതീശൻ PFI നേതാക്കളുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. തെളിവ്? ബലിദാനികളുടെ കൊലയാളികളുടെ ബന്ധുക്കളുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. ഞാൻ പബ്ലിക് ഡൊമൈനിലാണ് പറഞ്ഞത്. ഇപ്പൊ ആവർത്തിക്കുന്നു. വി ഡി സതീശൻ ഒരു ആൺകുട്ടിയാണെങ്കിൽ എനിക്കെതിരെ ഒരു നിയമ നടപടി എടുക്കണം. വി ഡി സതീശൻ PFIയുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട് പാലക്കാട്. ശ്രീനിവാസന്റെ കൊലയാളികളുമായിട്ട് അദ്ദേഹം ചർച്ച നടത്തിയിട്ടുണ്ട്. ശ്രീനിവാസന്റെ കൊലയാളികളുടെ ബന്ധുക്കളെ അദ്ദേഹം കണ്ടിട്ടുണ്ട്. ഞാനിത് വളരെ വ്യക്തമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇഷ്ടം പോലെ സ്മൃതി പരുത്തിക്കാട് എന്നോട് സംസാരിക്കുമ്പോൾ സതീശനെ സംരക്ഷിക്കാനുള്ള വ്യഗ്രതയിൽ വസ്തുതകൾ മറന്നു പോകരുത്. ഞാനിത് രഹസ്യമായിട്ട് പറഞ്ഞ കാര്യമല്ല, നോട്ടീസ് അടിച്ചിറക്കിയതല്ല. ഞാൻ പരസ്യമായി വാർത്താ സമ്മേളനത്തിലാണ് പറഞ്ഞത്. PFIയുമായിട്ട് സതീശന് ബന്ധമുണ്ട്. PFI നേതാക്കളുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാ പറയണമെന്നില്ല. കാര്യം നമുക്ക് മനസ്സിലായി. ഈ പറയുന്ന ശ്രീനിവാസന്റെ കൊലയാളികളുടെ ബന്ധുക്കളെ കണ്ടിട്ടുണ്ട്. ഞാനിത് വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത്. അങ്ങനെയുള്ള ആളുകളെ വെച്ചിട്ട് വെള്ളപൂശാൻ വന്നാൽ കൃത്യമായ മറുപടി കിട്ടും. ശ്രീ സുരേന്ദ്രൻ, ഇത് താങ്കൾ വലിയ ആരോപണമാണ് ഉന്നയിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് അതിന്റെ ഒരു തെളിവ് തരാമോ എന്ന്. താങ്കൾ അതിനെ വ്യക്തിപരമായി എടുക്കരുത്. സംരക്ഷിക്കാനുള്ള വ്യഗ്രത കെ സുരേന്ദ്രൻ, താങ്കളൊന്ന് ഉത്തരം എടുക്കുന്നില്ല. അങ്ങാണ് വ്യക്തിപരമായി എടുക്കുന്നത്. സംരക്ഷിക്കേണ്ട ബാധ്യതയുണ്ട്. സതീശനെ സംരക്ഷിക്കാൻ ബാധ്യതയുണ്ട്. ഞങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിക്കരുത് എന്നാണ് ഞാൻ അങ്ങോട്ട് വളരെ വിനയത്തോടെ പറയുന്നത്. നിർത്തി അവമാനിക്കുവാണെന്ന്